പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളതിനെ പ്രതിഷ്ഠിക്കാം. ഈ മണിക്കൂറിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശരീരവിളിച്ചാലയിൽ പരിശുദ്ധമ്മയാണ് സ്നേഹന്മാരെ ലഭിച്ചു കൂട്ടിയത്. പരിശുദ്ധമ്മയാണ് അവരെ പഠിപ്പിച്ചത്. പരിശുദ്ധമ്മയെ ഞങ്ങളുടെ വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. നമ്മളെല്ലാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നന്മ പറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവും. ഉദരത്തിന്റെ ഫലമായി ഈശ്വരൻ ഗ്രഹിക്കപ്പെട്ടവരാവുന്നു. പ്രത്യേകമായിട്ടും വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥാപകതയാണ്, വിശുദ്ധ ബെനഡിക്റ്റിന്റെ മാധ്യസ്ഥാപകതയാണ്. വിശുദ്ധരെ ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശംസിക്കായി ഏറ്റവും സ്നേഹമുള്ള ബഹുമാനപ്പെട്ട ജോൺസൺ പീപ്പാട് വിളിച്ച സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി
നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ സ്നേഹത്തോടെ നേരുകയാണ്. ഞാൻ നൈറ്റ് വരുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. ഞാൻ ഉക്കടത്തായിരിക്കുമ്പോഴാണ് നൈറ്റ് പങ്കെടുത്തത്. പിന്നെ ശേഷം പങ്കെടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ചാർച്ചം വിളിച്ചപ്പോൾ നിരസിക്കാൻ സാധിച്ചില്ല. എൻ്റെ പള്ളിയിലും ധാരാളം പേര് പങ്കെടുക്കുന്ന കുറിച്ച് വഴിയുള്ളതാണ്. പക്ഷേ ചാർച്ചം വിളിച്ച സ്ഥിതിക്ക് നമ്മൾ അനുസരിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നതാണ്. ഒരുപാട് സന്തോഷം കാണുന്നതിലും ഇപ്രകാരം ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ഹൃദയമായിട്ട് നന്ദി പറയുകയും ലൂക്കയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിലാണ് കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നത്. ബൈബിൾ അറിയണമെങ്കിലും ഉണ്ടോ? ബൈബിൾ ഉള്ളവരും അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗം 6-ാമത്തെ അധ്യായത്തിലാണ്. ആറ് 12 ആരൊക്കെ ബൈബിളുള്ളവരും രാത്രി മുഴുവനും കർത്താവ് പ്രാർത്ഥിച്ചിട്ടാണ് കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്. ഇടയ്ക്ക് ഈ ചോദ്യങ്ങൾ ചോദിച്ചതിന് കുഴപ്പമുണ്ടല്ലോ? കുഴപ്പമൊന്നുമില്ല. അറിയാവുന്നവരുണ്ടാവും അല്ലെ? ചില ചോദ്യങ്ങളെ ചോദിക്കാം. യഹൂദരുടെ പ്രാർത്ഥനാ സമയം എപ്പോഴാണ് രാത്രി ആരംഭിക്കുന്നത്? യഹൂദരുടെ നിങ്ങൾ പിതാവിൻ്റെ അസോസിയേഷനിലുള്ളവരൊക്കെ ഉണ്ട്, അതിനകത്തുണ്ട്. പഠിച്ചിട്ടുണ്ട്. യഹൂദരുടെ പ്രാർത്ഥനാ സമയം എപ്പോഴാണ് ആരംഭിക്കുന്നത്? ഇവർ പ്രാർത്ഥനാ സമയം രാത്രി സമയം ആയിരിക്കുന്നത് വൈകിട്ട് 6 മണിക്കാണ്. എത്ര മണിക്കാണ്? 6 മണിക്കാണ്. ജൂയിഷ് ടൈം ടേബിൾ സായുടെ പ്രാർത്ഥന വൈകുന്നേരം 6 മണിക്കാണ്. 6 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് അവരുടെ രാത്രി പ്രാർത്ഥന എന്ന് പറയുന്നത്. സിസ്റ്റർമാരുടെ അച്ഛന്മാരുടെ പ്രാർത്ഥനയിലെ രാത്രി ഞങ്ങളുടെ യാത്ര വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് രാത്രി വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നത്. ജൂയിഷ് ശൈലിയനുസരിച്ച് വൈകിട്ട് 6 മുതൽ 6 മണി വരെ. അപ്പൊ അപ്പോസ്തലന്മാർ തിരഞ്ഞെടുക്കുന്ന കർത്താവ് ഇപ്പൊ പ്രാർത്ഥിച്ചെന്ന് രാത്രി എത്ര സമയം പ്രാർത്ഥിച്ചു? രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത്. അപ്പൊ കർത്താവ് എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടുണ്ട്? എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടുണ്ട്? രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചെന്ന് പറയുമ്പോൾ കർത്താവ് എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചിട്ടുണ്ട്? 12 മണിക്കൂർ പ്രാർത്ഥിച്ചു. അപ്പൊ 12 പേര് തിരഞ്ഞെടുക്കാൻ കർത്താവ് എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു? 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കാൻ കർത്താവ് എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു? 12 മണിക്കൂർ. അപ്പോൾ ഒരു അപ്പോസ്തലന് 1 മണിക്കൂർ കർത്താവ് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് തിരഞ്ഞെടുക്കുന്ന കർത്താവ് ഓർപ്പെടുത്തുകയും. ഞാൻ ഇടവകയിലായിരിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി ഓർക്കുകയാണ്. ഒരു കോവിഡിന് ആ സമയത്തുള്ള കാലഘട്ടങ്ങളിലാണ് ഒരു വ്യക്തിയോട് പറഞ്ഞു വെച്ചാൽ എനിക്കൊരു വാഹനമുണ്ട്, എനിക്ക് ആ വാഹനം ഒന്ന് വിൽക്കടച്ചാൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എടാ നിപ്പ വിൽക്കേണ്ട കാര്യമുണ്ടോ? ഈ വശം എനിക്ക് വിറ്റേ പറ്റുമെന്ന് പറഞ്ഞു വാഹനം. അപ്പൊ ഞാൻ ശരി, നീന്റെ തീക്ഷണമായ ആഗ്രഹമല്ലേ, അപ്പൊ നീ പ്രാർത്ഥിച്ചു. പക്ഷെ ഞാനതൊക്കെ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് അവൻ കരഞ്ഞു പറഞ്ഞു. അപ്പൊ ഞാൻ ശരി, നിന്റെ വാഹനം വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഏതാനും ആഴ്ചകളിൽ പ്രിയമുള്ള ദൈവനിർണയത്താൽ ആ വാഹനം അദ്ദേഹം വിറ്റു കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് വെച്ചാൽ അയ്യോ വാഹനം വിൽക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താ പറ്റിയെന്ന് ചോദിച്ചു. പക്ഷെ വാഹനം തെറ്റായ തീരുമാനമെടുത്തി. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോഴൊക്കെ ഒരുപാട് തെറ്റായ തീരുമാനങ്ങളുണ്ട്. നമ്മളെല്ലാം ചില വിദേശികളുടെ എൻ്റെ ഇടവകയിൽ ഒരു സംഭവം നടന്നൊരു കാര്യം ഇതാണ്. പുറത്തുനിന്ന് ഇടവ ചേർന്നവരെ ഒരു കുടുംബം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് അവരെന്നോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിദേശത്ത് പോകണം, അപ്പൊ ഞങ്ങളെ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ മാസങ്ങളോളം പ്രാർത്ഥിച്ചു. അവസാനം അദ്ദേഹം ഓഫർ ലെറ്റർ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ദൈവം നിങ്ങൾ ചെയ്യുന്ന ദൈവത്തോട് ആലോചന ചോദിച്ചു എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആലോചന ചോദിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ ആഴ്ച വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. അതുകൊണ്ട് വൈഫിന്റെ അവർ ഓഫർ ലെറ്റർ പ്രശ്നത്തിൽ കിട്ടുന്നു. പ്രിയമുള്ള നമ്മുടെ ചില തീരുമാനങ്ങൾ തെറ്റാണ്. അപ്പൊ കർത്താവ് പഠിപ്പിക്കുകയാണ്, അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ കർത്താവ് രാത്രി മുഴുവനും ചെലവഴിച്ച് പ്രാർത്ഥിച്ചതാണ് കർത്താവ് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തത്. സഭയുടെ ചരിത്രം പറയും.
ഈ 12 പേരാണ് സഭയെ കീഴ്മയിൽ മറച്ചത്. 5 ഭൂഖണ്ഡങ്ങളിലേക്ക്, വിവിധ രാജ്യങ്ങളിലേക്കും എല്ലാം സുവിശേഷം അറിയിച്ചത് ഈ ശിഷ്യന്മാരാണ്. ഇവരാണ് സഭയെ വളർത്തിയത്. ഇവരുടെ ചൈതന്യമാണ് പ്രിയമുള്ളവരെ നമുക്ക് ഇന്ന് ഈ നിമിഷം ഇവിടുത്തെ പ്രാർത്ഥിക നൽകുന്നത്. ഈ ശിഷ്യന്മാർ നമ്മളെ പഠിപ്പിച്ച ചൈതന്യമാണ്. അവർ രാത്രിയിൽ പ്രാർത്ഥിച്ച കർത്താവ് അതിലൂടെ സഭയെ നവീകരിച്ചു, ലോകത്തെ നവീകരിച്ചു, ഒരുപാട് സ്ഥലങ്ങളെ ക്രിസ്തുവിനെ അറിയിച്ചു, സഭയ്ക്ക് ഉദയം ചെയ്തു, സഭയ്ക്ക് രൂപം കൊടുത്തു, ഒരുപാട് സ്ഥലങ്ങൾ ക്രിസ്തുവിന്റെ രാജ്യം പ്രഘോഷിച്ചു. നൈറ്റിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കണം. നൈറ്റിൽ പ്രാർത്ഥിക്കുന്നത് പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന കണ്ടിട്ട് ലോകം കീഴ്മേൽ പറയണം. നമ്മളെ കണ്ട് ജനങ്ങൾ പ്രാർത്ഥനയിലേക്ക് വരണം. നമ്മളെ കണ്ട് പ്രിയമുള്ളവരെ ക്രിസ്തുവിനെ കണ്ടെത്താൻ തക്ക രീതിയിലുള്ള തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാനുള്ള അഭിഷേകമാണ് എനിക്ക് നിങ്ങൾക്ക് ആവശ്യം. നമ്മൾ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കണ്ടിട്ട്, നമ്മുടെ പ്രാർത്ഥന ശ്രവിച്ചിട്ട് ജനങ്ങൾ ക്രിസ്തുവിനെ അറിയും, ക്രിസ്തുവിലേക്ക് കടന്നു വരണം. കാരണം ക്രിസ്തുവിന്റെ മാനസാന്തരങ്ങൾ, അത്ഭുതങ്ങളൊക്കെ സംഭവിക്കാൻ ഇടയാകത്തക്ക രീതിയിലുള്ള ഒരു വലിയ തീക്ഷ്ണതയ്ക്ക് വേണ്ടി പ്രിയമുള്ളവരെ ഞാനും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴൊക്കെ നമ്മൾ ഉൽപ്പത്തിയുടെ 32-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ യാക്കോബിന്റെ കഥയാണ്. ആരുടെയാണ്? യാക്കോബ്. യാക്കോബിന്റെ പാരന്റ്സിന്റെ പേരെന്താണ്? വെരി ഗുഡ്. യാക്കോബിന്റെ സഹോദരന്റെ പേരെന്താണ്? ഈ ഇസ്ഹാക്ക് റബേക്കയും ജീവിച്ച 2 മക്കളിൽ റബേക്കയ്ക്ക് ഒരു മോനോട് ഒരു പ്രത്യേക സ്നേഹം, ഒരു ചെറിയ ലവ് കൂടുതൽ. ആരോടാണ് സ്നേഹം കൂടുതൽ? യാക്കോബിനോട്. പ്രിയമുള്ള അമ്മമാരെ, ഈ അമ്മമാരെ സ്നേഹം കൂടുതൽ പാർശ്വത്തെ കാണിച്ചാൽ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, മക്കൾ അകന്നു പോകും. 2, മക്കളുണ്ടെങ്കിൽ സങ്കടം വരും, പ്രശ്നങ്ങൾ വരും. ഒരു കാരണവശാലും നിങ്ങൾ സ്വത്ത് വിഭജിക്കുമ്പോഴും നിങ്ങൾ സ്നേഹിക്കുമ്പോഴും എല്ലാം ചില കുട്ടികളൊക്കെ ഒന്ന് പറയാറുണ്ട്, അച്ഛാ എനിക്ക് അപ്പനമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം, എൻ്റെ ചേച്ചിയോടുള്ള സ്നേഹം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരുപാട് മുറിവുകൾ അവരിൽ ഉണ്ടാക്കുന്നവർ. ഈ റബേക്ക യാക്കോബിനെ സ്നേഹിച്ചു, അല്ലെ? ഏസാവിനെ പറയുമ്പോൾ യാക്കോബിനെ സ്നേഹിച്ചു. എന്നുണ്ടായി അവരകന്നു പോയി. അവരവരെ പ്രശ്നങ്ങൾക്കില്ല. അത് പറയാനല്ല വന്നത്. അപ്പൊ യാക്കോബ് അനുഗ്രഹം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അമ്മ പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് അറിയാവുന്ന കഥയാണ്. അപ്പൊ അമ്മ പറഞ്ഞേടാ, അവൻ നായാട്ടുകാരൻ, വരുന്നതിന് മുന്നേ ഇവിടുന്ന് മാറിപ്പോയിക്കോ, ലാബാന്റെ അടുത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞു. കഥകളൊക്കെ അറിയാവുന്ന കഥകൾ തന്നെയാണ്. അങ്ങനെ ലാബാന്റെ അടുത്തേക്ക് പോകുന്ന വഴിക്ക് ബഥേലിലെത്തി. അവൻ ഓടിപ്പാഞ്ഞു പോകുന്നത് ബഥേലിലെത്തി, വഴിയെന്ന് അറിയില്ല. അവൻ അവിടെ കിടന്നുറങ്ങി. ഉറങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചത്? അവൻ സ്വപ്നം കണ്ടു, കോവളി കണ്ടു, സ്വർഗം ഇറങ്ങി വരുന്നത്, മലങ്ങൾ ഇറങ്ങി വരുന്നത് കണ്ടു. പ്രിയമുള്ളവരെ, കർത്താവ് അവന്റെ മക്കളിലേക്ക് സ്വർഗത്തെ ഇറക്കി കൊടുക്കുകയാണ് ചെയ്തത്. അവൻ പിന്നെ ലാബാന്റെ അവിടെ താമസിച്ചു. 20 വർഷങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും തിരിച്ചു വരികയാണ്. നദി തീരത്ത് വെച്ച് അവൻ ആരുമായിട്ട് മൽപ്പിടുത്തം നടത്തിയത്? ആരുമായിട്ടാണ്? ആരാണ്? പുരുഷനുമായിട്ട് ദൈവമൽപ്പിടുത്തം നടത്തി. അതിലെന്ത് സംഭവിച്ചു? ആരാ ജയിച്ചത്? യാക്കോബാണ്. ദൈവദൂതനാണ് ജയിച്ചത്. യാക്കോബാണ്. ശരിക്കും സാധാരണ ആരാണ് ജയിക്കേണ്ടത്? ഇപ്പൊ ഒരു ദൈവവും ഒരു പുരുഷനും ഒരു മനുഷ്യനും തല്ലിട്ടാൽ ആരാ ജയിക്കേണ്ടത്? പക്ഷെ ഇവിടെ ആരാ ജയിച്ചത്? പ്രിയമുള്ളവരെ, യാക്കോബ് താഴ്വരയിൽ വെച്ച് യാക്കോബ് രാത്രി മുഴുവനും മൽപ്പിടുത്തം നടത്തുമെന്ന് പറയുകയാണ്. ഈ മൽപ്പിടുത്തം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ നൈറ്റ് വിജിലാണ്. രാത്രി മുഴുവനും അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ യാക്കോബ് പറയുകയാണ്, അങ്ങനെ അനുഗ്രഹിക്കല്ലാതെ ഇവിടുന്ന് കടന്നു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അനുഗ്രഹം പ്രാപിക്കുകയാണ് യാക്കോബ്. നൈറ്റ് വിജിൽ പ്രാർത്ഥിച്ച പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളൊക്കെ അനുഗ്രഹം പ്രാപിക്കുന്നവരാകണം. ഞാൻ നിങ്ങളെല്ലാം അനുഗ്രഹം പ്രാപിക്കുന്നവരാകണം. ഓരോ നൈറ്റ് വിജിൽ എന്ന് പറയുന്ന പ്രിയമുള്ളവരെ, യാബോഗ് താഴ്വരയിലുള്ള മൽപ്പിടുത്തത്തിന്റെ സ്ഥലമാണ് നൈറ്റ് വിജിൽ എന്ന് പറയുന്നത്. നമ്മളൊക്കെ ദീക്ഷമായിട്ടൊക്കെ പ്രാർത്ഥിക്കണം. അവിടെ ദൈവത്തോട് പറഞ്ഞ, ദൈവമേ
അങ്ങനെ അനുഗ്രഹിക്കാതെ കടന്നു പോകരുത് പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ, ഓരോ നൈറ്റ് ചെല്ലും ഞാൻ നിങ്ങളെല്ലാം കണ്ണുനീരോട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ അനുഗ്രഹം പ്രാപിച്ചില്ലെങ്കിൽ എന്ത് പറ്റുന്നറിയാമോ? കാണുന്നവരുടെ മുമ്പിൽ നമുക്ക് ദൈവത്തിന്റെ ശക്തി നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കും. ഒരു നൈറ്റ് എന്ന് പറയുന്ന പ്രിയമുള്ളവരെ, കർത്താവിന് മുമ്പിൽ മൽപ്പെടുന്നിടത്തെന്ന് പറയുന്നത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ലഭ്യമാക്കാൻ, സ്വന്തമാക്കാൻ, കൊടുക്കുവാനുള്ള ഒരു തീക്ഷ്ണതയും ആഗ്രഹവുമാണ് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുമൊക്കെ സ്വന്തമാക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മളെ അനുഗ്രഹം പ്രാപിക്കാതെ പോയാൽ, ഞാനെപ്പോഴും എൻ്റെ പള്ളിയിൽ പറയാറുണ്ട്, ഈ വിശ്വാസക്കാരൊക്കെ ഇവിടെ വന്നപ്പോൾ എപ്പോഴും പറയാറുണ്ട്, ഇന്ന് നമ്മുടെ മക്കൾക്ക് ഇതിനും വലിയ വിശ്വാസമൊന്നുമില്ല. സത്യം പറയുക, ഈ നൈറ്റിലും വിശ്വാസമില്ല, അച്ഛന്മാരിലും വിശ്വാസമില്ല, ഒന്നിലും വിശ്വാസമില്ല. അവർ നോക്കുമ്പോൾ എന്താണെന്ന് പറയുന്നു, ഈ അപ്പനമ്മയെ പ്രാർത്ഥിച്ചിട്ട് ഒരു വ്യത്യാസവും, അവർക്ക് വ്യത്യാസമില്ല, പള്ളിയിലും വ്യത്യാസമില്ല, സമൂഹത്തിലും വ്യത്യാസമില്ല. ഈ എൻ്റെ ഇടവകയിലെ ഒരു ദിവസം ഇങ്ങനെ തിങ്കളാഴ്ച കുർബാനയിൽ ഒരു ചേച്ചി ഓടി വേൻ തിരിക്കോട്ട് ചേച്ചി എങ്ങോട്ട് പോകണം? അച്ഛാ, ലത്തീം പള്ളിയിൽ ഒരു ഇടവക വീട്ടിൽ ഞങ്ങൾ കുറച്ച് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ചേച്ചി എന്ത് ഓടിപ്പോകാൻ കാരണം? അച്ഛാ, ഞങ്ങളുടെ നല്ലൊരു കൂട്ടായ്മയാണ്, ഞങ്ങൾ ഒരുപാട് പേർക്ക് ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് പേര് നിശ്ചയതയോടെ മണിക്കൂറിന് പ്രാർത്ഥിക്കുന്ന ഭവനമാണ്. അതുകൊണ്ട് അച്ഛാ, ഞാൻ തിരക്ക് പിടിച്ച് പോവുകയാണ്, ഞാൻ പ്രാർത്ഥന കൊണ്ട് മുടക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ചേച്ചി തീക്ഷ്ണതയോടെ ആ കൂട്ടായ്മയിലേക്ക് ചെല്ലുകയാണ്. ആ ചേച്ചി ആരും വിളിച്ചതല്ല, ആ ചേച്ചിക്ക് ആരും ഇൻവിറ്റേഷൻ കൊടുത്തിട്ടില്ല, ആ ചേച്ചിക്ക് ഒരു പരസ്യവും കൊടുത്തിട്ടില്ല, ആ ചേച്ചിക്ക് ഒരു ഇമെയിൽ വഴി പോസ്റ്റ് നൽകി. നേരെ മറിച്ച് തനിക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ആ പ്രാർത്ഥന കൂട്ടായ്മയിൽ നടന്നെടുക്കാൻ ചെന്ന് പ്രാർത്ഥിക്കാൻ ആ ചേച്ചിയെ ആ പ്രാർത്ഥന കൂട്ടായ്മ പ്രേരിപ്പിക്കുക. പ്രിയമുള്ളവരെ, എന്റെ നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായ പ്രാർത്ഥനയായിരിക്കണം. നമ്മുടെ പ്രാർത്ഥന കാണുമ്പോൾ മക്കളെ ചോദിക്കണം, അപ്പോഴമ്മേ ഞാനും വരട്ടെ അങ്ങയുടെ കൂടെ പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞുകൊണ്ടുള്ള തീക്ഷ്ണതയും ജ്വലിക്കുന്ന ആഗ്രഹവും പ്രിയമുള്ളവരെ എന്റെ നിങ്ങളുടെ കണ്ണുകളിലും മനസ്സുകളിലും ശരീരമുണ്ടെങ്കിൽ മാത്രമേ ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് എനിക്കോ നിങ്ങൾക്കോ സഭയ്ക്കോ നാട്ടിനോ ഉപകാരം ഉണ്ടായിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ കൂടും കുറെ നോക്കിയിരിക്കും, കുറേയൊക്കെ വന്നിരിക്കും, കുറേയൊക്കെ ഇവിടെ വന്ന സമയം ചില വഴിക്ക് പോയിക്കൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ 14:21 ഒരു ഞെട്ടിക്കുന്ന സംഭവമുണ്ട്. പുറപ്പാട് പുസ്തകം 14:21 വായിക്കാമോ? പുറപ്പാട് 14:21 പുറപ്പാട് 14:21 എന്താണ്? ആരൊക്കെ വായിച്ചു? 14:21 മോശ കരം നീട്ടി കർത്താവ് രാത്രി മുഴുവൻ കിഴക്കൻ കാറ്റയച്ചുകൊണ്ട് കടലിനെ പുറകോട്ട് മാറ്റി പഠിപ്പിക്കുകയാണ്. രാത്രി മുഴുവനും മോശ കൈവിരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കിഴക്കൻ കാറ്റയച്ച് കടലിനെ പുറകോട്ടയച്ചെന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങൾ നൈറ്റ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കിഴക്കൻ കാറ്റ് അയക്കണം. ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ കടലിനെ പുറകോട്ട് വലിക്കാൻ തക്ക രീതിയിലുള്ള തീക്ഷ്ണതയും അഭിഷേകവും നമ്മുടെ കരങ്ങളിലൂടെ സംഭവിക്കണം. ഇതാണ് നൈറ്റ് എന്ന് പറയുന്നത്, ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്, ഇതാണ് അഭിഷേകം എന്ന് പറയുന്നത്, ഇതാണ് കർത്താവിന്റെ യുദ്ധം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ സംഗീതം 144:1 വായിക്കണം. സംഗീതം 144:1 എന്താണ് 144:1? സംഗീതം 144:1 സംഗീതം 144:1 144:1 വാഴ്ത്തപ്പെടട്ടെ. അടുത്തത്, യുദ്ധം ചെയ്യാൻ എന്റെ കരങ്ങളെയും പാടപോലിന്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. യുദ്ധം ചെയ്യാൻ എന്റെ കരങ്ങളെയും പാടപോലിന്റെ വിരലുകളെയും പരിശീലിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുമെല്ലാം യുദ്ധത്തിലാണ്. വി ആർ ഇൻ വാർഫെയർ എന്ന് പറയുന്നത് നമ്മുടെ കൈകളിലേക്ക് പ്രിയമുള്ളവരെ യുദ്ധം ചെയ്യാൻ നമ്മുടെ കരങ്ങളെയും പടപോലിന്റെ വിരലുകളെയും പരിശീലിപ്പിക്കുന്നു. നമ്മൾ യുദ്ധത്തിലാണ് ഇവിടെ കർത്താവ് മോശ
അയച്ച് കടലിനെ പുറകോട്ട് വലിച്ചതുപോലെ ഞാൻ നിങ്ങളുടെ നൈറ്റ് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കൈകൾ വിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, തിന്മയുടെ ആധിപത്യങ്ങളെ ദൈവം പുറകോട്ട് വലിക്കും. നമ്മുടെ ജീവിതത്തിൽ ആക്രമിക്കുന്ന തിന്മകളെയും പൈശാചിക ബന്ധനങ്ങളെയും ഒക്കെ പുറകോട്ട് വലിക്കത്തക്ക രീതിയിലുള്ള ഒരു യുദ്ധമുറ ഞാൻ നിങ്ങളൊക്കെ അഭ്യസിക്കണം പ്രിയമുള്ളവരെ. ശരിക്കും പറഞ്ഞാൽ ഇതാണ് നൈറ്റ് എന്ന് പറയുന്നത്. നൈറ്റിൽ തിക്സതയുടെ മണിക്കൂറുകളാണ്, നൈറ്റിൽ അഭിഷേകത്തിന്റെ മണിക്കൂറുകളാണ്. യുദ്ധം ചെയ്യാൻ നമ്മൾ പരിശീലിപ്പിക്കുന്ന അതിമനോഹരമായ അത്ഭുത മണിക്കൂറുകളാണ് പ്രിയമുള്ളവരെ നൈറ്റ് എന്ന് പറയുന്നത്. നമ്മളിതിനെ ശക്തീകരിക്കണം, നമ്മളിതിൽ അഭ്യസിക്കണം, നമ്മളിതിലേക്ക് പഠിക്കണം, നമ്മളിതിലേക്ക് വളരണം. നമ്മൾ യുദ്ധത്തിലാണ് പറയുകയാണ്. വിശുദ്ധ പൗലോസ് എഫെസോസ് ലേഖനത്തിന്റെ 6:12 ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. എഫെസോസ് 6:12 എഫെസോസ് 6:12 Ephesians chapter 6 verse 12. എന്നാൽ നമ്മൾ മാംസരക്തനിമിത്തനായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അധികന്മാർക്കും സ്വർഗ്ഗത്തിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ട് നമ്മൾ പടവെട്ടുന്നത്. നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിലെ ദുരാത്മാക്കളെതിരായിട്ടും സ്വർഗീയങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നമ്മൾ പടവെട്ടുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ നൈവേദ്യത്തിൽ പങ്കെടുക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം, യുദ്ധം ചെയ്ത് നമ്മൾ ജയിക്കുന്നുണ്ടോ? നമ്മുടെ യുദ്ധക്കുറവ് അനുസരിച്ച് ജയിക്കുന്ന രാജാവിന്റെ പക്കലേക്ക് പ്രിയമുള്ളവരെ സൈന്യം ഒരുമിച്ച് കൂടും. ദൈവം നമ്മുടെ ജീവിതം ജയിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ പക്കലേക്ക് പ്രിയമുള്ളവരെ ദൈവത്തിന്റെ ശക്തമായ കരം പ്രവർത്തിക്കുമ്പോൾ ജനം ചോദിക്കും, നിങ്ങളുടെ ദൈവം ആരാണ്? ഈ രക്ഷക ദൈവം ആരാണ് ചോദിക്കുന്ന രീതിയിലുള്ള നമ്മുടെ വിശ്വാസം വളരണം, നമ്മുടെ തീക്ഷ്ണത വളരണം, നമ്മുടെ ആഗ്രഹം വളരണം. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ള കർത്താവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിരിക്കേണ്ട ഈ വലിയ ഒരു തീക്ഷ്ണത ഏതാണ്? കർത്താവെ, ഞങ്ങൾക്ക് വചനം നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പൗലോസ് പറയുകയാണ്, യുദ്ധത്തിന് ഏർപ്പെടുമ്പോൾ ദൈവജനമാകുന്ന വാൾ നിങ്ങൾ വെട്ടിക്കണം. യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ ആയുധങ്ങളില്ലാതെ വരരുത്. യുദ്ധത്തിന് പോകുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ കയ്യിൽ ആയുധം ഉണ്ടായിരിക്കണം. ശരിക്കും പറഞ്ഞിട്ടില്ല, നമ്മളിങ്ങനെ ഉറങ്ങി നിന്നിട്ടിരുന്നാൽ നമുക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കും. ആയുധങ്ങളിലേക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കും. നമ്മൾ നമ്മുടെ ആയുധമുറ കണ്ട്, നമ്മുടെ വിശ്വാസം കണ്ട്, നമ്മുടെ യുദ്ധപരിശീലനങ്ങളുടെ പ്രിയമുള്ളവരെ ജനം ചോദിക്കണം, എനിക്കും ആ ദൈവത്തെ സ്നേഹിക്കണം, എനിക്ക് ആ ദൈവത്തെ അറിയണം, എനിക്ക് ആ ദൈവത്തെ മനസ്സിലാക്കണം എന്നുള്ള നമ്മുടെ പിന്നാലെ ജനം നമ്മുടെ പുറകെ വരുന്ന പ്രിയമുള്ളവരെ അപ്രകാരമുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോസ്തലർ 4:30 വായിക്കാം. അപ്പോസ്തലർ 4:30 അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാൻ അവിടുത്തെ വലം കൈ നീട്ടണമേ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുവാൻ അവിടുത്തെ വലം കൈ നീട്ടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവർ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കണം. ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ അത്ഭുതത്തിന് വേണ്ടി ആഗ്രഹിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മയിലൂടെ അത്ഭുതങ്ങൾ അതിലൊക്കെ സമൃദ്ധിയിൽ സംഭവിക്കണം. നമ്മൾ വെറുതെ പ്രാർത്ഥിക്കുകയും പോകേണ്ടവരല്ല, നമ്മളെ ഉറങ്ങി കഴിഞ്ഞ് പോകേണ്ടവരല്ല. പൗലോസ് പ്രസംഗിച്ചപ്പോൾ അനുദിനം വിശ്വാസികൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആഗ്രഹിക്കുന്നു, സ്വപ്നങ്ങൾ കാണും. കർത്താവേ, ഞങ്ങളുടെ നൈറ്റ് ധാരാളം പേര് പങ്കെടുക്കാനുള്ള അഭിഷേകം നൽകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ സാധിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു യുദ്ധമാണ്. ശരിക്കും പറഞ്ഞാൽ
നമ്മുടെ യുദ്ധത്തിലൊക്കെ പ്രിയമുള്ളവരെ നമ്മൾ ഇതിലൊക്കെ ശക്തിയാർജിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയൊരു കൃപയും ഒരു ശക്തിയും ഒക്കെ നമ്മൾ എപ്പോഴും നമ്മൾ കർത്താവിനോട് ശരിക്കും യാചിച്ചൊക്കെ പ്രാർത്ഥിക്കണം. ശരിക്കും പറഞ്ഞാൽ പുറപ്പാടിന്റെ പുസ്തകം 17-ാം അധ്യായം 8-ാം വാക്യം. പുറപ്പാടിന്റെ പുസ്തകം 17. പുറപ്പാടിന്റെ പുസ്തകം 17. അമലേക്കാർ ഇസ്രായേലിന്റെ യുദ്ധത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നൈറ്റ് വിജലിന്റെ കോർ എലമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചിന്തിക്കുക നമ്മുടെ നൈറ്റ് വിജൽ എങ്ങനെയാണ് ഇതിന്റെ കോർ എലമെന്റ്, നമ്മളെല്ലാവരും കോർ എലമെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രാർത്ഥന വിജയിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന എങ്ങനെ നമ്മൾ ശക്തി കൊടുക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് ഈ പുറപ്പാട് 18 പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അമലേക്കാർ യുദ്ധത്തിൽ അപ്പോൾ മോശെ യോശുവയോട് പറഞ്ഞു, പ്രിയമുള്ളവരെ, മോശ കൈകൾ ഉയർത്തി പിടിച്ചപ്പോഴെല്ലാം യുദ്ധം ജയിച്ചു കൊണ്ടിരുന്നു. ഇന്ന് എന്തുകൊണ്ടാണ് നൈറ്റ് വിജയിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കാത്തത്? എന്തുകൊണ്ടാണ് നൈറ്റ് വിജൽ ജനം വരാത്തത്? എന്തുകൊണ്ടാണ് നൈറ്റ് വിജൽ മാത്രം പരസ്യം കൊടുത്തിട്ട്? പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് നമ്മുടെ പാട്ടുകൾ 8 വർഷം വരുമ്പോഴും കിടന്നു തരേണ്ട അവസ്ഥ? വ്യത്യാസവും എന്നോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കും. കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കാത്ത പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും യുദ്ധം ജയിക്കും. നമ്മുടെ യുദ്ധത്തിൽ ഇങ്ങനെ കാണാനൊക്കെ രസമായിരിക്കും, പക്ഷേ യുദ്ധം ജയിക്കും. പ്രിയമുള്ള, ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൈവിരിച്ച് പ്രാർത്ഥിക്കേണ്ട വലിയൊരു അതിഭയങ്കര കാലം ഞാൻ ജീവിക്കുന്നത്. എൻ്റെ പള്ളി വിശ്വാസരം പള്ളിയാണ്. എൻ്റെ അവിടെ ഞായറാഴ്ച ഏകദേശം 100-200 യൂത്ത് വരാറ്. ഞാൻ പല സമയം കിട്ടുമ്പോഴേക്കും ഞായറാഴ്ചകളിൽ ഞാൻ യൂത്ത് കാണാറാണ്. സമയം കിട്ടുമ്പോൾ അങ്ങനെ അവരിങ്ങനെ പ്രാർത്ഥിക്കാൻ ഇങ്ങനെ കാണാനൊക്കെ വരുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ. അപ്പോൾ ഒരു യുവാവിനോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, ഞാനിവിടെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ ബന്ധപ്പെടുന്ന വ്യക്തിയാണ്. എനിക്കങ്ങനെ ചെറുപ്പത്തിൽ തന്നെ പ്രാർത്ഥനയുടെ ശീലമുള്ള കുട്ടിയാണ്. പക്ഷേ ഞാനിപ്പോൾ ഒരു ചെറുക്കനുമായി സ്നേഹത്തിലാണ്. പക്ഷെ എനിക്ക് ആ ചെറുക്കനെ മറക്കാൻ പറ്റുന്നില്ല. അവരുടെ മറ്റു വിശ്വാസപ്പെട്ട ചെറുക്കനാണ്. എന്നിട്ട് അവൾ പറയുകയാണ്, വെച്ചാൽ ഞാൻ എന്താണ് ചെയ്യുന്നത്? അവൾ പറയുകയാണ്, വെച്ചാൽ എനിക്ക് എന്താ ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. അവൾ പറഞ്ഞാൽ ഞാൻ എന്ത് തീരുമാനം എടുക്കണം? അവനാണ് എൻ്റെ പുറകെ നിന്ന് മാറുന്നില്ല. ഞങ്ങൾ അല്പമൊക്കെ ഒരു റിലേഷൻഷിപ്പ് പോലെയൊക്കെ ആയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നമ്മുടെ യുവതിവാക്കന്മാരെല്ലാം അതീവ സങ്കടത്തിലാണ്. അവർ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ഇവിടെ അവർക്ക് വേണ്ടി കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കുവാൻ മോശയെ പോലെ ദൈവം ജനങ്ങളെ തിരയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ലോകത്ത് മനുഷ്യർക്ക് വേണ്ടി ദൈവത്തിന് മുമ്പിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക, ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യിപ്പിക്കാൻ പ്രിയമുള്ളവരെ ദൈവം ജനതയുടെ മുമ്പിൽ വിരുദ്ധ പ്രാർത്ഥിക്കുകയാണ്. ആര് എനിക്ക് വേണ്ടി കൈകൾ ഉയർത്തുമെന്നും ഓരോ നൈമിലും ചിന്തിക്കേണ്ട കാര്യം ഇതാണ് പ്രിയമുള്ളവരെ, ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കും. ഞാൻ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ള ഈ ഒരു തീക്ഷണതയാണ് പ്രിയമുള്ളവരെ ശരിക്കും പറഞ്ഞാൽ ഈ നൈറ്റ് വിജിലൂടെ നമ്മളൊക്കെ സ്വന്തമാക്കേണ്ടത്. ഞാനിപ്പോൾ എന്നെ കാണുന്ന ഇടവക്കാരോടൊക്കെ ഞാൻ പറയാറുണ്ട്, എൻ്റെ പള്ളിയുടെ ചുറ്റും ഏകദേശം 10-20 കോളേജുകളുണ്ട്, 10-50 ഹോസ്റ്റലുകളുണ്ട്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള ഒരു സ്ഥലമാണ്. ഞാൻ ജനതയോട് പറയുമ്പോഴവരെ നമ്മൾ ഈ ജനതയ്ക്ക് വേണ്ടി കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കണം. ഈ ജനതയ്ക്ക് വേണ്ടി പ്രിയമുള്ളവരെ നമ്മൾ ഈ ജനതയ്ക്ക് വേണ്ടി കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളുടെ നൈതികളോട് പറഞ്ഞ് കടന്നു പോകുന്നത് എന്റെയും എന്റെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, നേരെ മറിച്ച് ഈ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരോഗ്യമില്ലാതെ വിഷമിക്കുന്ന ഈ ജനതയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളുമെല്ലാം കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു തീക്ഷണതയും സന്നദ്ധയാണ് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങൾ സ്വന്തമാക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു പ്രാർത്ഥനയുടെ വലിയൊരു തലത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകേണ്ട ഒരു മേഖലയാണ്. എനിക്ക് പറഞ്ഞ കുടുംബ ജീവിതത്തിലൊക്കെ മക്കൾ ശരിക്കും പാരൻസ് ശരിക്കും പറഞ്ഞ മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഈ കൊച്ചുറേശ്വര പുണ്യവതിയുടെ പുസ്തകമാണ് സ്റ്റോറി ഓഫ് സോൾ ആത്മകഥ എന്ന് പറയുന്നത്. സ്റ്റോറി ഓഫ് സോൾ എന്ന് പറയുന്നത് അത് കൊച്ചുറേശ്വര പുണ്യ എന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ്. കൊച്ചുറേശ്വര പുണ്യ ദിവസം അപ്പനുമായിട്ട് അവരെ പള്ളി ചെന്നപ്പോൾ അച്ഛൻ പ്രസംഗിക്കുകയാണ്.
പ്രസംഗിക്കുമ്പോൾ ഉദ്ദേശിച്ച പുണ്യവതി അപ്പൻ്റെ മുഖത്തേക്ക് നോക്കിയെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പൗലോസ് പുണ്യവതി പറയുകയാണ്, ഞാൻ അപ്പൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു വിശുദ്ധൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നത് മനസ്സിലായി. When I saw at my father's face, I understood how a saint prays. ഒരു വിശുദ്ധൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അപ്പൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കിയപ്പോഴാണെന്ന് പുണ്യവതി പറയുകയാണ്. പ്രിയമുള്ളവരെ, ആ അപ്പൻ്റെ മകൾ വിശുദ്ധയായി. ഞാൻ നിങ്ങളുമെല്ലാം പ്രിയമുള്ളവരെ പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ട് മാറാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മളൊക്കെ ഞാൻ നിങ്ങളുമെല്ലാം പ്രിയമുള്ളവരെ ദൈവത്തിന് മുമ്പിൽ കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മളതിനുവേണ്ടി സ്വപ്നങ്ങൾ കാണണം. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം നമ്മുടെ സമൂഹം രൂപപ്പെടാൻ നമ്മുടെ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു ഭവനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അത് ആ വീടിന്റെ പ്രാർത്ഥനയാണ്. ശരിക്കും ഞാൻ എൻ്റെ കാര്യം നോക്കിയാണ്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പൊതുവെ കരിസ്മാറ്റിക് പൊതുവെ എതിരാണ്. ഞാൻ അങ്ങനെ കരിസ്മാറ്റിക്കൊന്നും പോകാറില്ല. ഞാൻ നോക്കുമ്പോൾ സാധാരണ പ്രാർത്ഥനയൊക്കെ മതി. എനിക്ക് ബൈബിൾ തന്നെ അങ്ങനെ പഠിക്കാം. ഞാൻ സാധാരണ ബൈബിൾ വായിച്ച് അവസാനിക്കും. അങ്ങനെ ബൈബിളൊന്നും കൂടുതൽ പറയാവുന്നില്ല. ഞാൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അച്ഛനൊക്കെ ഞാൻ 5-6 വർഷം മുമ്പ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ 2 ദിവസം വീട്ടിൽ താമസിച്ചു. നല്ല തണുപ്പാണ്. ഞാൻ നവംബർ മാസത്തെ വീട് വായ്പാണ് ഞാൻ വീട്ടിൽ താമസിച്ചു. അപ്പോൾ രാവിലെ അന്ന് പതിവിലാണ് ഞാൻ മുദ്രവയ്ക്കാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റു. 4-5 മണിയായിരുന്നു. 5 മണിക്ക് എഴുന്നേറ്റപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച, എൻ്റെ അപ്പനമ്മയും മുൻവശത്ത് പ്രാർത്ഥിക്കും. ഞെട്ടിപ്പോയി. എൻ്റെ അപ്പനും അമ്മയും മുൻവശപ്പെടുന്ന് പ്രാർത്ഥിക്കുന്നു. അവർ പറയുന്ന കരണക്കൊന്നയിൽ പ്രാർത്ഥിക്കുകയാണ്. വളരെ നല്ലതാണ്. എഴുന്നേൽക്കാൻ നമുക്ക് എഴുന്നേൽക്കാൻ മടി തോന്നും, കിടക്കാൻ സുഖം തോന്നും. പക്ഷേ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അപ്പനമ്മയും മുഖമിൽ നിന്നുകൊണ്ട് തന്റെ മക്കൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കാൻ ഈശോയുടെ കർത്താവേ എൻ്റെ മക്കളോട് കരുതോന്നമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചിന്തിച്ചു കുറച്ചു കഴിഞ്ഞപ്പോഴൊക്കെ എന്തുകൊണ്ടാണ് എൻ്റെ മക്കളിലേക്ക് വചനം വരാനുള്ള കാരണം? ഞാനൊരു വചനം പറയുന്ന ആളെ എനിക്ക് വചനം എന്ന് പറയുന്ന സാധനം വരികയില്ല. പക്ഷെ ഏറെ വർഷങ്ങൾക്ക് പ്രിയമുള്ളവരെ എൻ്റെ വായിൽ വചനം തന്നെ തോന്നാൻ വന്നൂടെ. ഞാൻ ഒരു പരിശ്രമം എടുത്തിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഈ വായിൽ ഇവിടെ വന്നിങ്ങനെ വചനം നിൽക്കും. എനിക്കൊരു വചനം കണ്ട ദൈവം സഹായിച്ച് വേഗം പഠിക്കാം. ഞാൻ ചിന്തിക്കുകയാണ്, ഒരുപക്ഷെ എൻ്റെ അപ്പനമ്മയും എനിക്ക് വേണ്ടി അനുദിനം പ്രാർത്ഥിക്കുന്നതിന്റെ യുദ്ധം ചെയ്യുന്നതിന്റെ ഫലമായിരിക്കാം ദൈവമായ കർത്താവ് എന്നോട് ഈ കാരുണ്യം കാണിക്കാൻ കാരണം. പ്രിയമുള്ളവർ, ഓരോ കുടുംബത്തിലും പ്രിയമുള്ളവരെ, ഓരോ അപ്പനമ്മയും തങ്ങളുടെ മക്കൾക്ക് വേണ്ടി കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാവണം. അവർ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്റെയും എന്റെ മക്കളെയും എല്ലാം കർത്താവേ അശുഭിപ്പെടാതെ സൂക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ ഓരോ മതങ്ങളൊക്കെ തയ്യാറാക്കണം. അങ്ങനെയുള്ള മക്കളുടെ കുടുംബത്തിൽ പ്രിയമുള്ളവരെ സമാധാന കലയാണ്. പ്രശ്നം അതിജീവികളെ കൃപ ലഭിക്കും. നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരും. അപ്രകാരമുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിലൊക്കെ ഞാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഞാൻ ഒരു വീടുമായി സംസാരിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം ഞാൻ പറയാം. പല വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടുകാരുമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഉള്ളത് ഒരു മോളാണ്. ഓക്കെ, ഒരാഴ്ച എൻ്റെ ഞങ്ങളുടെ മകള് കോളേജിൽ പഠിക്കുകയായിരുന്നു. ഓക്കെ, നല്ല കാര്യം. കോളേജിൽ പഠിക്കുമ്പോൾ ഇവൾ ഒരു ഹൈന്ദവ ചെറുക്കനുമായി അധികമായ ഭരണത്തിലായി. ഓക്കെ, ഇവരെല്ലാവരും പറഞ്ഞു നോക്കി. അവനനുസരിച്ച് അവൾ അവന്റെ കൂടെ ഇറങ്ങിപ്പോയി. 5 വർഷം അവനോടൊപ്പം താമസിച്ചു. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ വഴക്കിട്ട് തിരിച്ചു. ഈ സംബന്ധം ഞാനിവിടെ കാണുന്നത്. അവ കാണാൻ പോയപ്പോൾ ഇവള് വീടിനകത്താണ്, ഇവിടെ പുറത്തേക്ക് വരത്തില്ല. 5 വർഷം വീട്ടിൽ പുറത്തേക്ക് വന്നു. 5 years. 5 വർഷം സ്നേഹിച്ചു, 5 വർഷം ഒരു ചെറുക്കനുമായി താമസിച്ചു, 5 വർഷം ഇവൾ മുറിക്കുക പുറത്തേക്ക് വന്നു. ഞാൻ ഈ വീട്ടിൽ ഇവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയോട് സംസാരിച്ചവർ പറയുക, അച്ഛാ, വർഷങ്ങളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയില്ല. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാറുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ജപമാലകൾ കൈയെടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിന് പ്രശ്നം നിരക്കുമെന്ന്
ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല. ഞങ്ങൾ പല പല തിരക്കിൽ വിട്ടുപോയപ്പോൾ ഞങ്ങൾ യേശുവിനെ മറന്നു ജീവിച്ച ഒരുപാട് വർഷങ്ങളായി. പ്രിയമുള്ളവരെ, സാത്താന് അവിടെ പ്രവേശിക്കാൻ ഇടം കൊടുത്തു. വെളിപാട് പുസ്തകം 12:9 ഒന്ന് വായിക്കാം. വെളിപാട് പുസ്തകം 12:9. വെളിപാട് പുസ്തകം ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 12:9. ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താൻ എന്ന് പിശാച് വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനുണ്ട് ആ വലിയ സർപ്പം, ലോകത്തെ വഞ്ചിക്കുന്ന ആ സാത്താൻ പിശാച് വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവന്റെ കൂടെ അവന്റെ കൂട്ടാളികൾ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ സർപ്പം നിരന്തരം ആക്രമിക്കുന്നുണ്ട്. ഈ സർപ്പവും ഈ വഞ്ചിക്കുന്ന സർപ്പം, പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും ആക്രമിക്കുന്നുണ്ട്. ഇവിടെയാണ് പ്രിയമുള്ളവരെ നാം പ്രാർത്ഥിക്കേണ്ടത്. നിരന്തരമായ പ്രാർത്ഥന മാത്രമേ പ്രിയമുള്ളവരെ നമുക്ക് ഈ സാത്താനെ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. നിരന്തരമായ പ്രാർത്ഥന മാത്രമേ നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. വേറെ ഒന്നും സാധിക്കില്ല പ്രിയമുള്ളവരെ. നമ്മളൊരു സൈക്കോളജി നോക്കും, നമ്മൾ ഒരുപാട് പഠനങ്ങളൊക്കെ നോക്കും പ്രിയമുള്ളവരെ. കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കാതെ, കർത്താവിന്റെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ, നമുക്ക് ഈ സാത്താനെ തോൽപ്പിക്കാൻ സാധിക്കില്ല. നമ്മളത് ആക്രമിക്കുന്നത് കുടുംബത്തെ കടിച്ച് ചീന്തും. അത് നമ്മുടെ ജീവിതത്തെ താറുമാറാക്കി കളയും പ്രിയമുള്ളവരെ. നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവിനെ ആരാധിക്കാനുള്ള ഒരു വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശരിക്കും പൗലോസ്ലീഹയാണ് കുറച്ചുകൂടി ആരാധനയെ കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായിട്ട് പൗലോസ്ലീഹ പറയുകയാണ്. എനിക്ക് 12:2 റോമക്കാരുടെ ലേഖനം. മനസ്സിന് നവീകരണം വഴി രൂപാന്തരപ്പെടുകയും ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായതെന്നും വിവേചിച്ചറിയുവാനപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. 12:1. നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതാണ് യഥാർത്ഥമായ പറയാം. നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതാണ് യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യേക മനസ്സിന്റെ നവീകരണം വഴി നിങ്ങൾ രൂപാന്തരം പ്രാപിക്കുവിൻ. നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായ എന്നത് ഉപയോഗിച്ച് നിങ്ങൾ ഇപ്പോൾ സാധിക്കും. പ്രിയമുള്ളവരെ, ഇപ്രകാരം നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും സജീവവും ദൈവത്തിന് പ്രീതിജനകവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. നമ്മുടെ ജീവിതം സൂക്ഷിക്കേണ്ടത് കർത്താവിനെ ആരാധിക്കാൻ വരുമ്പോൾ നമ്മുടെ യഥാർത്ഥമായ ആരാധന ഈ ശരീരത്തെ വിശുദ്ധമായി കൊടുക്കാൻ സാധിക്കും. നമ്മുടെ ഏറ്റവും വലിയ ആരാധനയാണ് നമ്മുടെ ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായി സമർപ്പിക്കുന്ന കർത്താവ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം, അതിൽ വിശുദ്ധി പാലിക്കണം. നമ്മൾ അതിനെ പ്രിയമുള്ളവരെ വിശുദ്ധി പാലിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രീതികരമായ വലിയ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കൂടിച്ചേർത്ത് പറയുകയാണ്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകം അനുരൂപരാകരുത്, പ്രത്യേക മനസ്സിന്റെ നവീകരണം വഴി. ആർക്കെന്നാ പറയണത്? മനസ്സിന് നവീകരണം വഴി രൂപാന്തരം പ്രാപിക്കണം. ഈ നൈതികതയൊക്കെ പങ്കെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണം. ഒരു നൈറ്റിന് അടുത്ത നൈറ്റിന് നീങ്ങാൻ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ തെറ്റെങ്കിലും ഉണ്ടാവണം. ഞാൻ എൻ്റെ വിശ്വാസത്തോട് പറഞ്ഞൊരു സംഭവമാണ്. എൻ്റെ ഇടവകയിൽ ഒരു ചേച്ചിയാണ്, വളരെ അർത്ഥത്തിലാണ് ചേച്ചിയാണ്. അപ്പൊ ഞായറാഴ്ച ചേച്ചികൾ കരഞ്ഞുകൊണ്ട് കടന്നു പോകണം. അപ്പൊ ഞാൻ ചേച്ചി വരാമോ, ഇരിക്കാമോ? അപ്പൊ ചോദിച്ചു, എന്തിനാ കരയണെന്ന് ചോദിച്ചു. ഭയങ്കര കരച്ചിൽ. അപ്പൊ നമ്മൾ അച്ഛാ, എൻ്റെ ഭർത്താവ് പള്ളിയിൽ വരത്തില്ല, വർഷങ്ങൾ
അപ്പൊ ഞാൻ ബിരിയാണി ഉണ്ടാക്കാം, എല്ലാ വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ശരി, പിന്നെ എന്താ നിന്റെ പ്രശ്നം എന്താണ്? അച്ഛൻ വീട്ടിൽ ചെയ്തപ്പോൾ ഭർത്താവ് എന്നോട് പറഞ്ഞു, എടി നീ പള്ളിയിൽ പോകുന്നു, എന്താ വ്യത്യാസം? ഞാൻ ചെയ്യണതായിട്ട് നീ ചെയ്യുന്നുണ്ട്, ഞാൻ നുണ പറയുന്നു, നീ നുണ പറയുന്നു, ഞാൻ ടെൻഷൻ, നീയും ടെൻഷൻ അടിക്കുന്നുണ്ട്. എന്തിനാ മോളെ സമയം കളയണം? വീട്ടിൽ അങ്ങനെ ഇരുന്നാ പോലെ നീ ചോദിച്ചു. ഇവിടെ വാവിട്ട് കരയും, അച്ഛൻ എന്റെ ഭർത്താവ് എന്നെ കളിയാക്കി, എന്നെ ഞാൻ പള്ളിയിൽ വരുമ്പോൾ എന്നെ അവഗണിച്ചു. അപ്പൊ അവള് പറയുന്ന, അച്ഛാ ഞാൻ തീരുമാനമെടുത്തു, ഇനി മുതൽ ഭർത്താവ് ദേഷ്യപ്പെട്ടാൽ ഞാൻ ദേഷ്യപ്പെടില്ല, ഞാൻ കൃത്യമായി പ്രാർത്ഥിക്കും, ഞാൻ ക്ഷമിക്കും, ഞാൻ കർത്താവിന്റെ സ്നേഹം എന്റെ കുടുംബത്തിന് പകർന്നു കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഉറച്ച തീരുമാനങ്ങളോട് പറയുകയാണ്. പ്രിയമുള്ളവനെ, മനസ്സിന് നവീകരണം സംഭവിക്കണം, മനസ്സ് വ്യത്യാസം വരണം. അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ഇതേ തന്നെ, നമ്മൾ എത്രമാത്രം നൈപുണ്യം കൂടിയ പ്രിയമുള്ളവനെ നമ്മുടെ ജീവിതത്തിൽ മാറുന്നില്ല. നൈപുണ്യം പ്രാർത്ഥിക്കുന്നത്, പക്ഷേ മനസ്സിൽ നമുക്ക് നവീകരണം സംഭവിക്കണം. ലോകത്തിന് അനുരൂപരാകരുത്. ഒരു സ്ത്രീ പറയുന്നത് ലോക അനുരൂപരാകരുത്. ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ വീട് വെച്ചിരിക്കാൻ ഭയങ്കര സെറ്റപ്പുള്ള വീടാണ്, അത് സ്റ്റൈൽ വീടാണ്, നല്ല വീടാണ്, നല്ല ഭംഗിയുള്ള വീടാണ്. അപ്പോൾ എപ്പോഴും വരിക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന സമയത്ത് വരാം. എന്നാൽ ശരി, വണ്ടി വിടാം. ഓക്കെ, വണ്ടി വിടാം, വണ്ടി വീട്ടിൽ നല്ല മനോഹരമായി വീട്. അപ്പോൾ വീട് ഇങ്ങനെ വിധിച്ചിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് സംശയം, ഇവിടെ എന്തോ ഒരു സാധനം വെച്ചിട്ടുണ്ട്, എന്താ എനിക്കറിയില്ല, മനസ്സിൽ പറയുന്നു. അപ്പൊ ഞാൻ ആ രൂപത്തിനടുത്തേക്ക് ചെന്നു. ആ രൂപത്തിനടുത്ത് നോക്കിയപ്പോൾ രൂപത്തിന് പുറകെ നോക്കിയപ്പോൾ ഒരു കുളം വെള്ളം, ഒരു ഗ്ലാസ്, ഒരു ചെറുനാരങ്ങ, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞ, കുറച്ച് പുളി, ഇത്ര വെച്ചിട്ടുണ്ട്. ഒരു കുളം വെള്ളം, ഒരു ചെറുനാരങ്ങ, കുറച്ച് ഉപ്പ്, ഇതെല്ലാം നമ്മൾ ഒരു പുളികളെ വെച്ചിട്ടുണ്ട്. പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. Do not show any conformity to the world എന്ന് പറയുന്ന പൗലോസ്. No conformity. ലോകം പറയും വീട് പണിയിക്കുമ്പോൾ ചെറുനാരങ്ങ വെക്കണം, ലോകം പറയും സമയം നോക്കി വീട് പണിയണം, ലോകം പറയും രാധാൻ നോക്കി വാങ്ങ മനക്കണം, ലോകം പറയും വഴിപാടുന്ന പൈസ മേടിക്കരുത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ആത്മാവിൽ ഉണ്ടായിരിക്കും. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്ത ക്രിസ്തുവിനുള്ളവരല്ല എന്ന് പറയുകയാണ്. നമ്മൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ നമുക്ക് ക്രിസ്തുവിനോട് ഏറ്റു പറയാൻ സാധിക്കണം. റോമാക്കാരുടെ ലേഖനം 10-ാം അധ്യായം 9-ാം വചനം പഠിക്കാം. വായിക്കാമോ? 10:9. ആകയാൽ യേശു കർത്താവാണെന്ന് അതിനെ കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മനുഷ്യൻ വേർപിരിച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷണം. നമ്മളൊക്കെ ഒരു വചനങ്ങൾ കാണാതെ പഠിക്കണം. നല്ലൊരു വചനമാണ്, നിർബന്ധമായി പഠിക്കുന്ന വചനമാണ് റോമ 10:9 എന്ന് പറയുന്നത്. ആകയാൽ യേശു കർത്താവാണെന്ന് അതിനെക്കൊണ്ട് പറയുകയും ദൈവം അവനെ മനുഷ്യർ ഉയർപ്പിക്കുകയും ചെയ്തുവെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷ പ്രാപിക്കും. നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ക്രിസ്തുവിനെ ഏറ്റുപറയണം, ക്രിസ്തുവിനെ ഏറ്റുപറയണം, എല്ലാവരും ഏറ്റുപറയണം. നമ്മൾ അശുദ്ധിയിൽ ജീവിക്കുമ്പോൾ, നമ്മൾ അന്ധവിശ്വാസങ്ങൾ പുറകെ പോകുമ്പോൾ, നമ്മൾ ലോകത്തോട് അനുഭവപ്പെടുത്തിയിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ യേശുവിനെ തള്ളി പറയുകയാണ് ചെയ്യുന്നത്. ഇന്ന് എന്തുകൊണ്ടാണ് ജനക്രിസ്തുവിൽ വിശ്വസിക്കാത്തത്? അവന് ക്രൈസ്തവരെ മറ്റുള്ളവരും തമ്മിൽ വ്യത്യാസം കാണാൻ പറ്റുന്നില്ല. അവൻ വ്യത്യാസം കാണാൻ പറ്റുന്നില്ല. അവൻ കാര്യം ജപമാല ചെല്ലുന്നുണ്ട്, അവൻ കാര്യം പള്ളിയിൽ പോകുന്നുണ്ട്, അവൻ കാര്യം കുർബാന ചെല്ലുന്നുണ്ട്, അവൻ പെരുന്നാളുണ്ട്, പക്ഷേ അവൻ ആധാരം നോക്കുന്നുണ്ട്, അവൻ സമയം നോക്കുന്നുണ്ട്, അവൻ അന്ധവിശ്വാസത്തെ പുറകെ പോകുന്നു. പ്രിയമുള്ളവരെ, where is the difference between a person belonging to Christ and a person belonging to faith? എവിടെയാണ് വ്യതിരിക്തത? എവിടെയാണ് God differentiates a Catholic, a Christian from the other? നമ്മുടെ ജീവിതം കൊണ്ട് നാം ക്രിസ്തുവിനെ ഏറ്റുപറയാൻ സാധിക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ക്രിസ്തുവിനെ ഈ കാലഘട്ടത്തിൽ ഏറ്റുപറയുന്ന വിശ്വാസം നമ്മൾ സ്വന്തമാക്കണം. ക്രിസ്തുവിനെ ഏറ്റുപറയാൻ സാധിക്കണം, ക്രിസ്തുവിനെ ഏകക്ഷനായി വിശ്വസിക്കാൻ സാധിക്കണം. പ്രിയമുള്ളവരെ, അത് ഉറച്ചു വിശ്വസിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ യഥാർത്ഥ ക്രിസ്ത്യാനികളാണ്. യഥാർത്ഥ ക്രിസ്ത്യാനി എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞു കേൾക്കപ്പെടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വചനത്തെക്കാളും വിശ്വാസം അന്ധവിശ്വാസങ്ങളിലാണ്. നമ്മൾക്ക് ദൈവത്തെക്കാളും വിശ്വാസം മറ്റു പല പൂജകളിലാണ്.
നമുക്ക് ദൈവത്തെക്കാളും വിശ്വാസം പ്രിയമുള്ളവരെ മറ്റു പല സമയങ്ങളിലാണ്. ഇവിടെയാണ് പ്രിയമുള്ളവരെ നമ്മൾ യുദ്ധത്തിൽ തോൽക്കുന്നത്. ഇവിടെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാൻ പറ്റാതെ പോകുന്നത്. ഇവിടെയാണ് പ്രിയമുള്ളവരെ നമ്മൾ ക്രിസ്തുവിനെ ഏകരക്ഷകനായി നമ്മൾ ഏറ്റുപറയാൻ സാധിക്കാതെ. അതുകൊണ്ട് 10:13 പ്രകാരമാണ്, എന്തെന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്പെടാൻ പറയാം. എല്ലാവരും എന്തെന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു സ്വപ്നങ്ങൾ കാണുന്നത് നമ്മളൊക്കെ ഇവിടെയൊക്കെ സുവിശേഷം പ്രഘോഷിക്കും. കർത്താവിന് ഞാൻ ഈ ബൈബിളുകൾ വന്നപ്പോൾ എനിക്ക് നമ്മൾ ഒരു അത്ഭുതം പറയണം. എനിക്ക് ബൈബിളുകൾ എനിക്ക് ഒന്നാമത് ബൈബിളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ബൈബിളുകൾ വന്നപ്പോൾ എനിക്ക് മനസ്സിലെ ആഗ്രഹം എൻ്റെ പള്ളിയിൽ ഒരു ബൈബിൾ ഉണ്ടാക്കി വെക്കണം. മനസ്സിന് ആഗ്രഹം, വെറുതെ എനിക്കൊരു ആഗ്രഹം, ഒരു ബൈബിൾ എൻ്റെ പള്ളിയിൽ വേണം. ആൾക്കാർ സെൽഫി എടുത്തോട്ടെ, നമ്മൾ എവിടേക്ക് പോയി സെൽഫി എടുക്കണം. എനിക്ക് പള്ളിയുടെ ബൈബിൾ വേണം. എല്ലാവരും കാണാൻ ബൈബിൾ വെക്കണം, അവിടെ വലിയ ബൈബിൾ ആയിരിക്കണം. ഒരു മനസ്സിൽ വെറുതെ ഒരു ആഗ്രഹം. ഞാൻ കുറച്ച് കർത്താവ് പറഞ്ഞു, കർത്താവെ എൻ്റെ പള്ളിയിലെ ബൈബിൾ വേണം. ആരും അങ്ങനെ ബൈബിൾ എന്നോട് ചോദിക്കുന്ന ബൈബിൾ എന്താണെന്ന് ചോദിക്കണം. അതിൽ കുറച്ച് വചനങ്ങളൊക്കെ എഴുതി വെക്കണം. ഇത് ഞാൻ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ച് പോലെ കൊണ്ടുവരണം. ബൈബിൾ പ്രഖ്യാപിച്ചപ്പോൾ ഒരു ദിവസം ഒരു ചേട്ടൻ ചോദിച്ചു, അച്ഛാ ഞാൻ ബൈബിൾ എടുത്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഈ ബൈബിൾ ഉണ്ടാക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അവൻ പിറ്റുന്നാഴ്ച ബൈബിൾ ഉണ്ടാക്കി പള്ളിയിൽ കൊണ്ടുവച്ചു. നമ്മൾ ദൈവത്തിന് വേണ്ടി ആലോചിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി സ്വപ്നങ്ങൾ കാണുമ്പോൾ, ദൈവത്തിന് വേണ്ടി പരിശ്രമം ചെയ്യുമ്പോഴവരെ ദൈവം നമുക്കതെല്ലാം ഒരുക്കി. ശരിക്കും നൈവേദ്യം എന്ന് പറയുന്നത് സ്വപ്നങ്ങൾ കാണേണ്ട മണിക്കൂറുകൾ. നൈവേദ്യം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ സ്വപ്നങ്ങൾ കാണേണ്ട മണിക്കൂറുകളാണ്. ഏതൊക്കെ സ്വപ്നങ്ങളാണ്? രൂപതയെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ, ദൈവത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ, നമ്മുടെ ഇടവയെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ, ബൈബിളിന്റെ സ്വപ്നങ്ങളൊക്കെ കാണേണ്ട മണിക്കൂറുകളാണ് ശരിക്കും നൈവേദ്യം എന്ന് പറയുന്നത്. നമ്മൾ യാത്രയാമങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിവിൽ നിന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ശരിക്കും കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ സമൂഹത്തെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ശരിക്കും പറഞ്ഞാൽ അബ്രഹാം ഒരാൾ കൈവരിച്ചപ്പോൾ ഇസ്രായേൽ യുദ്ധം ജയിച്ചു. ശരിക്കും മോശ കൈവരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേൽ യുദ്ധം ജയിച്ചു. പ്രിയമുള്ളവരെ നമ്മൾ പ്രാർത്ഥിക്കണം. കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കണം. കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കണം. പ്രിയമുള്ളവരെ ശരിക്കും പറഞ്ഞാൽ നമ്മളല്ലെങ്കിൽ പിന്നെ ആരാണ് ക്രിസ്തു? പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഇടയിലായപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ അതും ക്രൂശിനെ കുറിച്ചും മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. പൗലോസ് വലിയൊരു പ്രഖ്യാപനം പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുവിനെ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ അത് ക്രൂശിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും നിങ്ങൾ അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് പൗലോസ് പറയുകയാണ്. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിന് വേണ്ടി ദാഹിക്കണം, ക്രിസ്തുവിന് വേണ്ടി ദാഹിക്കണം, ക്രിസ്തുവിന് വേണ്ടി ആഗ്രഹിക്കണം. പ്രിയമുള്ളവരെ എന്നിലൂടെ 5 പേരെങ്കിലും ക്രിസ്തുവിനെ അറിയുന്നവരായിട്ട് മാറാനുള്ള ഒരു വലിയ കൃപ നമുക്ക് എപ്പോഴും വലിയ ആവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കൂടെ പ്രാർത്ഥന ഞാൻ നമ്മുടെ വീട്ടിലെ അമ്മയോട് പറയാറുണ്ട്, എന്തോരം പ്രാർത്ഥന ബുക്കുകളെന്ന് അറിയാം. ചിലവർക്ക് ദേഷ്യമുണ്ട്. നമ്മൾ ഈ പ്രാർത്ഥന ബുക്കുകൾ കണ്ട് ചിലർ വിശ്വാസം ഉപേക്ഷിച്ചത്. ഒരാൾ അവിടെ ഉടമ്പടി, ഒരാൾ ഇവിടെ, ഒരാൾ ഇപ്പുറത്ത്, ഒരാൾ അപ്പുറത്ത്, വീട്ടിൽ സമാധാനം. പ്രിയമുള്ള ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നവീകരണം സംഭവിക്കുന്ന പ്രിയമുള്ളവരെ ഈ ദൈവ വചനം ആകുന്ന വാള് നമ്മൾ കൈകൊണ്ടെടുക്കണം. ഈ വചനം പഠിക്കണം. ജെറമ്യാ പറയുകയാണ്, ഈ വചനത്തോടുള്ള അഭിനിവേശം എന്നെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ വചനത്തോടുള്ള ഒരു അഭിനിവേശം നമ്മൾ ചിലപ്പോൾ സ്വന്തമാക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിക്കും. മക്കൾക്ക് വചനം കൊടുക്കണം. പ്രിയമുള്ളവരെ വചനം പഠിപ്പിക്കണം. സംഗീതം പറയുന്ന കർത്താവേ അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ഹൃദയത്തിൽ വചനം സൂക്ഷിച്ചു എന്ന് പറയും. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് എന്റെ ഹൃദയത്തിൽ ഞാൻ വചനം സൂക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ പ്രിയമുള്ളവരെ വചനം പഠിപ്പിക്കണം. നിങ്ങൾ വചനം പഠിക്കണം. നിങ്ങൾ വചനം കയ്യിലെടുക്കണം. നിങ്ങൾ വചനം സ്വന്തമാക്കണം. വചനത്തിലുള്ള ആഗ്രഹം മനസ്സിൽ വരണം.
ശരിക്കും പറഞ്ഞാൽ ഈ ആഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കൊതിക്കാറുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെ കൊതിക്കുന്നതിനും. ശരിക്കും ജെറമ്യയുടെ നാവിൽ കർത്താവ് വചനം വെച്ചു കൊടുത്തു. എസെക്കിയേലിന് അവ വായിൽ കഴിക്കാൻ പറഞ്ഞു. ശരിക്കും എസെക്കിയേലൊക്കെ പറയണം അതെനിക്ക് മതിരിക്കുന്നൊക്കെ പറയണം. അവൻ പറയണം ജെറമ്യ 1:9 പറയണം. ജെറമ്യ 1:9 അനന്തരം കർത്താവ് കൈ നീട്ടി എന്റെ അതിർത്തി സ്പർശനം ചെയ്ത എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കും. പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ ജെറമ്യ 1:9 വെച്ച് മക്കളെ ആശീർവദിക്കും. കൊച്ചുകുട്ടിയായിരിക്കും, 1 വയസ്സ് കൊച്ചായിരിക്കും, മക്കളെ നിങ്ങൾ ആശീർവദിക്കും. കർത്താവേ, ജെറമ്യ 1 അഭിഷേകത്താൽ ഞങ്ങളുടെ മക്കളുടെ നാവിലേക്ക് വചനം കൊടുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. എസെക്കിയേൽ 3:3 പ്രകാരമായി അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക, വയറു നിറയ്ക്കുക. ഞങ്ങൾ ഭക്ഷിച്ചു, അത് വായിൽ തേൻ പോലെ പഠിപ്പിക്കുക. നമ്മളൊക്കെ നമ്മുടെ മക്കളിലേക്ക് പ്രിയമുള്ളവരെ എസെക്കിയേൽ 3:3 അഭിഷേകം കർത്താവേ ഞങ്ങളുടെ മക്കളിൽ നൽകണമേ പ്രാർത്ഥിക്കണം. ജെറമ്യ 1:9 അഭിഷേകം പറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ സ്വപ്നം കണ്ടത് കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കും കർത്താവേ, മോശയെ കൈനീട്ടിപ്പോൾ മാറിയതുപോലെ എൻ്റെ കൈകളിൽ ശക്തി ഞാൻ കാലത്ത് ആഗ്രഹിച്ചത്. കർത്താവേ, എൻ്റെ കൈകളിൽ ശക്തിത ഞാനും സാക്ഷാൽ തോൽപ്പിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചത്. നമ്മൾ ആഗ്രഹിക്കണം പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിൽ വചനം കൊണ്ട് നിറയെ നമ്മുടെ പല ജീവനുള്ളതായിരുന്നു. ഞാൻ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ കൊടൈക്കനാൽ ദിവസം റിസോർട്ടിൽ താമസിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവരോട് ഞാൻ അച്ഛനാണ് പറഞ്ഞത്, അന്ന് 2 ദിവസം അവിടെ റിസോർട്ടിൽ താമസിച്ചു. താമസിച്ചിട്ട് അങ്ങനെ രാവിലെ നമ്മുടെ പള്ളിയിലെ കുർബാനയ്ക്ക് പോയി തിരിച്ച് അവിടെ വരും. സൈറ്റ് സീറ്റിംഗ് ആണ്, വൈകുന്നേരം വന്ന് അവിടെ ഇരിക്കും. അങ്ങനെ ഞാൻ 2 ദിവസം കൊടൈക്കനാൽ റിസോർട്ട് താമസിച്ചത്. അപ്പോൾ ആ റിസോർട്ട് നോക്കുന്നത് ഒരു അമ്മയും കുറച്ച് മക്കളൊക്കെയാണ്. അപ്പോൾ അവരുടെ കഥകളൊക്കെ ഞാൻ അവരുടെ വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ പറഞ്ഞ അച്ഛാ, ഞാൻ രൂപകൊണ്ട് വിളിക്കും ഓരോ ചോദിച്ചു. രൂപകൊണ്ട് വിളിക്കുക ഞാൻ വിചാരിച്ചത് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു വിചാരിച്ചു. അവർ പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിക്കണം, ഞങ്ങൾ പ്രാർത്ഥിക്കാനോ. അതെന്റെ പ്രിയ അത്ഭുതം തോന്നും. ഇങ്ങനെ പോലെ 4 കുട്ടികളുണ്ട്. 4 കുട്ടികൾ അവരെ എൻ്റെ മുന്നിൽ നിർത്തി. അതുകൊണ്ട് അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, അവർ തമിഴിൽ പറഞ്ഞു, കർത്താവേ, നീ ഞങ്ങൾക്ക് ക്രിസ്തുവിനെ നൽകി, നീ ഞങ്ങൾക്ക് വിശ്വാസം നൽകി. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് ഈ വിശ്വാസം വളർത്തുന്നത് പ്രാർത്ഥിച്ചു. കാരണം മക്കളോട് പറഞ്ഞു, കുഞ്ഞുമക്കളെ ഈ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ലിറ്ററലി ഞാൻ കരഞ്ഞു. ആ മക്കള് അത്ര ഭംഗിയായിട്ട് പ്രാർത്ഥിച്ചു. ശരിക്കും ലിറ്ററലി I cried. കാരണം അങ്ങനെ കൊച്ചുങ്ങൾ എൻ്റെ ഉള്ളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. കൂട്ടുസ് ചെറിയ കുട്ടികൾ അവരുടെ അച്ഛൻ കർത്താവേ അച്ഛനെ കാത്തുള്ള 5-10 മിനിറ്റ് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാൻ കരഞ്ഞു. ഞാനത് ആഗ്രഹിച്ചു, കർത്താവേ, നമ്മുടെ മക്കൾ എന്തേ പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ എന്താ പ്രാർത്ഥിക്കാത്തത്? ആധുനിക കാലഘട്ടത്തിലെ എല്ലാ സിനിമകളുടെയും ഗാനങ്ങൾ കാണാതെ അവർക്കറിയും. അവർ ലിറിക്സ് പോലെ പാടുന്നവർ. പക്ഷേ എന്തുകൊണ്ടാണ് എന്റെ ജനതയുടെ മക്കൾ പ്രാർത്ഥിക്കാത്തത് ചിന്തിച്ചൊരു കാര്യം. പ്രിയമുള്ളവരെ, മക്കളുടെ നാവിലേക്ക് ജെറമ്യ 1:9 എസെക്കിയേൽ 3:3 അഭിഷേകം കൊടുക്കണമേ എന്ന് പറഞ്ഞ് മാതാപിതാക്കന്മാർ കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കണം. ഓരോ നൈറ്റിലും പ്രിയമുള്ളവർ പ്രാർത്ഥിക്കേണ്ടത്, ഞങ്ങൾ തലമുറകളിലേക്ക് കർത്താവേ ദൈവത്തിന് വചനം കൊടുക്കണമേ എന്ന് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാൻ സാധിക്കണം. ദൈവജനം മംഗളത്തിൽ പ്രിയമുള്ളവരെ സാത്താൻ നമ്മുടെ അടുത്തേക്ക് വരില്ല. ദൈവത്തിന് കൈകൊള്ളിയ പ്രിയമുള്ളവരെ, സാത്താൻ നമ്മുടെ അടുക്കിലേക്ക് വരില്ല. അവൻ നമ്മളെ കണ്ട് ഓടിപ്പോകും. നമ്മുടെ യോഗങ്ങൾ 1:4 നിന്റെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ ശക്തനാണ്. അവിടെ മനസ്സിലേക്ക് യാക്കോബ് പറയുകയാണ്, ചെറുതിരുത്തുവിൻ, സാത്താൻ നിങ്ങൾ ഓടിപ്പോയിക്കോളും പറയുക. ഡിഫെൻഡ് യുവർസെൽഫ് ബിക്കോസ് നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് പഠിപ്പിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ, ശരിക്കും പറഞ്ഞാൽ നൈറ്റിലൊക്കെ മനോഹരമായ മണിക്കൂറുകൾ, ബ്യൂട്ടിഫുൾ അവേഴ്സ് പ്രാർത്ഥിക്കാൻ, കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കാൻ, ത്യാഗമനുഷ്ഠിക്കാനുള്ള സുന്ദരമായ മണിക്കൂറുകളാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി. പ്രിയമുള്ളവരെ, ഒരുപാട് പേരെ കാത്തിരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി. പ്രിയമുള്ളവരെ, ഒരുപാട് പേര് ദാഹിച്ചിട്ടുണ്ട്. നമ്മൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം നിങ്ങൾ വരാൻ സാധിച്ചതിലൊക്കെ ഞാനും ഒരുപാട് ചാൻസസ് ഞാൻ നന്ദി പറയുക. ഞാൻ ഇടപെട്ട് ഞാൻ പുറത്തേക്ക് സാധനം പോകാറില്ല. ഇത് എന്ത് യാദൃശ്ചികമായിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ടെസ്റ്റ് പറഞ്ഞ് പള്ളിയോട്ട് പോകാൻ എപ്പോഴും പള്ളിയുടെ ഉള്ളിലൊതുങ്ങി ജീവിക്കുന്ന അച്ഛനാണ്. ഇങ്ങനെ ഒരിക്കലും പുറത്ത് പോകാറില്ല. ഇപ്പം എന്തൊരു അവസരം കിട്ടിയപ്പോൾ ശരി ചാൻസ് പറഞ്ഞപ്പോൾ നോ പറയാൻ പറ്റില്ലോ എന്നുകൊണ്ട് ഞാൻ പിന്നെ എസ് പറഞ്ഞതാണ്. ഒരുപാട് സന്തോഷം.
നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ചുറ്റും പറഞ്ഞാൽ വൈദികർക്ക് ക്രിസ്തുവിനെ ജ്ഞാനം കൊടുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. വൈദികർ സാധാരണമില്ല അഭിഷേകം കൊടുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. വൈദികർക്ക് ജനത്തെ വിടുവിക്കുന്ന കൃപ നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. വൈദികർക്ക് പരിസ്ഥാനമായ വലിയ കൃപകൾ ജ്വലിക്കുന്ന കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇനിപ്പോൾ എന്നെ ഓർക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവേ സാത്താൻ തോൽപ്പിക്കുന്ന അഭിഷേകം ഞങ്ങളുടെ ജോലിച്ച് കൊടുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. കയ്യിലെത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പുറപ്പാട് 11 എന്ന് പറഞ്ഞതുപോലെ കടകിൽ പുറകോട്ട് പറഞ്ഞത് കേട്ടിട്ട് ഞാൻ അയച്ചത് ഞാൻ പ്രാർത്ഥിക്കും. കർത്താവെ ഞാൻ കൈകൾ വിരിക്കുമ്പോൾ കർത്താവിനെ കേൾക്കാൻ കാറ്റെത്തിക്കണം, തിന്മയുടെ കടൽ പുറകോട്ട് വലിക്കണം. അപ്രകാരമുള്ള ഒരു സ്വപ്നത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈശോയുടെ പ്രാർത്ഥിക്കുക. കർത്താവെ ഞങ്ങളെ വിശദീകരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം എല്ലാവരെയും സമ്മതം അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും ചില മാസത്തിന് വരാൻ സാധിക്കില്ല. ഞാൻ 6 വർഷങ്ങൾക്ക് ശേഷം വരുന്നതാണ്. ഉൾക്കൊള്ളത്തോടൊപ്പമുണ്ടായിരുന്നു പങ്കെടുക്കുന്നതിന് ശേഷം പള്ളിയിലെ പോലെ തിരക്കൊക്കെ ആയതുകൊണ്ടാണ്. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ഇവിടെ വരുവാൻ സാധിച്ചതിലും പ്രാർത്ഥിക്കാൻ സാധിച്ചതിലും തീർച്ചയായിട്ടും നന്ദി പറയുകയാണ്. ദൈവം എല്ലാവരും തുടർന്ന് വിശുദ്ധ കുർബാനയാണ്. അതിനുശേഷമായിരിക്കും ദിവ്യകാരുണ്യ ആരാധന. നമുക്ക് വിശുദ്ധ ബലിക്കായിട്ട് ഒരുങ്ങാം.